എന്തൊരു സുഖിപ്പിക്കലാണ് പ്രിയപ്പെട്ട സന്ദീപ് വാര്യരേത്. കടൽ, ആന, മോഹൻലാൽ, പിന്നെ കെ മുരളീധരൻ. ആലോചിച്ച് നോക്കണേ, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വരെ, 2 നാൾ മുമ്പ് വരെ കെ മുരളീധരനെയൊക്കെ കണ്ടം വഴി ഓടിച്ചിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്ന ഉടനെ കെ മുരളീധരൻ എന്താണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധിയെ വിമർശിച്ച സന്ദീപ് വാര്യർ, രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്ത് ചികിത്സിക്കണമെന്ന് പറഞ്ഞ ആൾ, ഭാരത് ജോഡോ യാത്ര കടന്നുപോയപ്പോൾ അത് കാശ്മീരിലേക്കല്ല, ആൻഡമാൻ നിക്കോബാറിലേക്കോ ലക്ഷദ്വീപിലേക്കോ അങ്ങോട്ടാണ് നടത്തേണ്ടത്, കടലിലേക്കാണ് നടത്തേണ്ടത് എന്ന് പരിഹസിച്ച വ്യക്തി. അങ്ങനെ ഒരു ഫേസ്ബുക്ക് കലണ്ടർ എടുത്താൽ, അതായത് 365 ദിവസവും കോൺഗ്രസിലെ നേതാക്കളെയും രാഹുൽ ഗാന്ധിയെയും തലങ്ങും വിലങ്ങും കടന്നാക്രമിച്ചിരുന്ന സന്ദീപ് വാര്യറാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസിൽ ചേർന്ന ഉടനെ കെ മുരളീധരൻ്റെ പ്രതികരണം എടുക്കാൻ മാധ്യമപ്രവർത്തകർ പോയപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, 2 ആഴ്ച മുമ്പ് അദ്ദേഹം പാർട്ടിയിൽ ചേർന്നിരുന്നുവെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തി രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞതിനൊക്കെ ഒരു പശ്ചാത്താപമായേനെ, ഒരു പ്രായച്ചിത്തമായേനെ എന്ന് വിമർശിച്ചത്. പിന്നീട് മുരളീധരൻ അതൊക്കെ മാറ്റി പറഞ്ഞു. കോൺഗ്രസ് ആണല്ലോ, നേതാക്കൾ പലതും മാറ്റിയൊക്കെ പറയും. എന്നാൽ ഇന്ന് ശ്രീകൃഷ്ണപുരത്ത് നടന്ന യോഗത്തിൽ സന്ദീപ് വാര്യർ പാർട്ടി നേതൃത്വത്തോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് കെ മുരളീധരനൊപ്പമുള്ള ഒരു വേദി വേണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്ദീപ് വാര്യർ എന്താണ് പറഞ്ഞത്? എൻ്റെ മുരളിയേട്ടൻ, 1ാമത്തെ പുകഴ്ത്തൽ, മുരളിയേട്ടൻ, സഹോദര തുല്യൻ, 2ാമത്തെ പുകഴ്ത്തൽ, ഇനി കണ്ടാലും കൊതി തീരാത്ത നേതാവ്, 3ാമത്തെ പുകഴ്ത്തൽ. എങ്ങനെയൊക്കെയാണ്? കടല് കണ്ടാൽ മതിയാകുമോ? ഇല്ല. ആനയെ കണ്ടാൽ മതിയാകുമോ? ഇല്ല. മോഹൻലാലിനെ കണ്ടാൽ മതിയാകുമോ മലയാളിക്ക്? ഇല്ല. അതുപോലെയാണ് കെ മുരളീധരനെ കണ്ടാലും മതിയാവുകയില്ല. അത്രമാത്രം ഇഷ്ടമുള്ള നേതാവാണ് എന്നാണ് കെ മുരളീധരനെ കുറിച്ച് സന്ദീപ് വാര്യർ പറഞ്ഞു വെക്കുന്നത്. പത്മജ സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞതോ, പൊട്ടക്കിണറ്റിൽ എന്താണ് മുങ്ങാൻ പോകുന്ന കപ്പലിലേക്ക് ചെന്ന് ചാടിക്കൊടുത്തു സന്ദീപ് വാര്യർ എന്നാണ് പത്മജ സന്ദീപ് വാര്യരെ വിമർശിക്കുന്നത്. അതുമാത്രമല്ല, സന്ദീപ് വാര്യർ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം, ഇയാൾ ഇതുവരെ RSSനെ തള്ളി പറഞ്ഞിട്ടില്ല, സംഘപരിവാർ ബന്ധത്തെ തള്ളി പറഞ്ഞിട്ടില്ല, BJP ബാന്ധവം ഉപേക്ഷിച്ചു, മാരാർജി ഭവനിൽ പോയി ചൂരലെടുത്ത് തല്ലിയാലും ഒരു BJPക്കാരനും നന്നാകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നേതൃത്വം നന്നാകാൻ പോകുന്നില്ല എന്നാണ് സന്ദീപ് വാര്യരുടെ കണ്ടെത്തൽ. അത് കെ സുരേന്ദ്രനെ കൊള്ളിച്ച് പറയുന്നതാണ്. കെ സുരേന്ദ്രൻ ഇനിയിപ്പോൾ ആര് പട്ടിയുടെ പാല് പന്തീരാണ്ട് കുഴലിലിട്ടാലും വളഞ്ഞേ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ കെ സുരേന്ദ്രനെ ഇനി ആര് ശ്രമിച്ചിട്ടും നന്നാക്കാൻ പറ്റുകയില്ല. അദ്ദേഹം VD സതീശൻ പറഞ്ഞ പോലെ എന്താണ്, കള്ളപ്പണത്തിന് മേൽ അടയിരിക്കുന്ന അല്ലെങ്കിൽ കാവലിരിക്കുന്ന താപസൻ എന്നാണ്. കള്ളപ്പണവും അതുപോലെ തന്നെ അഴിമതികളും അതുപോലെ എന്താണ് ഉഡായിപ്പുകളുമായി നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് കെ സുരേന്ദ്രൻ. അതിൽ മനംനൊന്താണ് സന്ദീപ് വാര്യർ അവിടെ നിന്ന് പാർട്ടി വിടുന്നതും കോൺഗ്രസിൽ ചേക്കേറുന്നതും. കോൺഗ്രസിൽ ചേക്കേറിയ സന്ദീപ് വാര്യറാണ് ജ്യോതികുമാർ ചാമക്കാല. നമുക്കറിയാം, വാർത്താമുറികളിൽ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസിനും UDFനും വേണ്ടി പ്രതിരോധം സൃഷ്ടിക്കുമ്പോൾ ജ്യോതികുമാർ ചാമക്കാലയെ വർഗീയാടിസ്ഥാനത്തിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലും BJPയുടെ വക്താവായിരുന്ന സന്ദീപ് വാര്യർ പൊളിച്ചടിക്കിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സന്ദീപ് വാര്യർ ജ്യോതികുമാർ ചാമക്കാലയുമായും കൈകോർത്തു. അതുപോലെ മറ്റ് പല നേതാക്കൾക്കെതിരെയും സന്ദീപ് വാര്യർ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്, പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വളരെ വൈറലുമായിരുന്നു. ഏകദേശം 318K അത്രയും ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു സന്ദീപ് വാര്യർക്ക്. ഇപ്പോഴത് ഇടിഞ്ഞു എന്നാണ് BJP പാളയങ്ങൾ പറയുന്നത്. എന്നാൽ സന്ദീപ് വാര്യർക്ക് ഫോളോവേഴ്സിനെ കൂട്ടാൻ കോൺഗ്രസ് എല്ലാ ഒത്താശയും ചെയ്യുന്നുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു വല്ലാത്ത തള്ളായിപ്പോയി സന്ദീപ് വാര്യരെ. മുരളിയേട്ടൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ സഹോദര തുല്യൻ, അത്രയുമൊക്കെ ആകാം. എന്നാൽ കടല് പോലെ, ആനയെ പോലെ, മോഹൻലാലിനെ പോലെ കേരളം എന്നും കണി കണ്ട് ഉണരാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന നന്മയാണ് കെ മുരളീധരൻ എന്നൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ സന്ദീപ് വാര്യർ തീരെ അങ്ങോട്ട് എന്താണ്, തീരെ താഴേക്കിടയിലുള്ള തീരെ അങ്ങ് കോൺഗ്രസ് ആയി പോകുന്നു. ഒരു നിലപാടുമില്ലാത്ത പച്ച കോൺഗ്രസ്സുകാരനായി പോകുന്നു സന്ദീപ് വാര്യർ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.